ഓക്കെ, ഇപ്പോൾ ടി വി പ്രസാദ് കൂടിയുണ്ട്. ടി വി പ്രസാദ്, ഇതിപ്പോൾ SIT റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് നാളുകൾ കുറച്ചുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ കോൺഗ്രസിന് തലവേദനയാവുന്നത്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ അടക്കം CPM-ന് തലവേദനയായി മാറിക്കഴിഞ്ഞു. കൂടുതൽ പേരുകൾ SIT കൊടുക്കുന്ന റിപ്പോർട്ടിലുണ്ടെങ്കിൽ, കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാവും. അതല്ല, തന്ത്രിമാരിലേക്ക് അന്വേഷണം മാറുകയാണെങ്കിൽ അത് CPM-ന് തൽക്കാലം ഒരു ആശ്വാസവുമാവില്ലേ? ഒന്നുകൂടി ഗുഡ് മോർണിംഗ് അരുൺ. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഓൾറെഡി CPM പ്രതിരോധത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ദേവസ്വം ബോർഡ് ഗൂഢാലോചന നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് എന്ന നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് എന്നാൽ LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ നേതൃത്വം നൽകുന്ന സമയത്താണ് പത്മകുമാറിനെ അന്ന് 2017 നവംബർ മുതൽ 2019 നവംബർ വരെയുള്ള കാലയളവിലേക്ക് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയമിക്കുന്നത്. അതിന്റെ ബോർഡ് അംഗങ്ങളും LDF സർക്കാർ നിയോഗിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ് ഈ കേസിൽ CPIM. തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് അരുൺ. നമ്മൾ അറിയാവുന്നതുപോലെ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നാലെ മുരാരി ബാബു വരുന്നു, D സുധീഷ് കുമാർ വരുന്നു, KS ബൈജു വരുന്നു, പിന്നീട് N വാസുവിലേക്ക് വന്നതോടുകൂടിയാണ് CPIM പ്രതിരോധത്തിലായത്. ഒന്നുകൂടി കടന്ന് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടുകൂടി CPIM കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ ആദ്യം പോറ്റി അപേക്ഷ കൊടുത്തത് വകുപ്പിലേക്കാണ്. വകുപ്പ് എന്ന് പറയുന്നത് അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കയറാനുള്ള എന്തെങ്കിലും സാധ്യത പുതിയ ഇന്ന് കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും അത് കടുത്ത പ്രതിരോധത്തിലേക്ക് CPIM മാറും. ഈ കേസിൽ ചെറിയൊരാശ്വാസം CPM-നും സർക്കാരിനും ഉണ്ടാകാനുള്ള സാധ്യത അത് തന്ത്രിമാരിലേക്ക് മാറിയാൽ മാത്രമാണ്. നിലവിലെ സാഹചര്യത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരും ഒപ്പം തന്ത്രി മഹേഷ് മോഹൻ കണ്ഠരരും ഇതിൽ ഒരു ആരോപണ വിധേയരായി നിൽക്കുന്നുണ്ട്. കാരണം മഹേഷ് ചെയ്തിരിക്കുന്നത് അന്ന് സ്വർണം കണ്ടെടുത്ത റോത്തം ഗോൾഡിന്റെ ഉടമ ഗോവർദ്ധന്റെ വീട്ടിലും ജ്വല്ലറിയിലും എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം പൂജ ചെയ്തു എന്നുള്ളതാണ്. കണ്ഠരര് രാജീവരാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം വാജിവാഹനത്തിന്റെ കാര്യത്തിലും കൃത്യമായ മറുപടി തന്ത്രിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഒരു മാസം സമയം കൂട്ടി ചോദിക്കുകയാണെങ്കിൽ അത് CPIM-നെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുന്നതിനൊപ്പം 2007 മുതലുള്ള അവിടുത്തെ നിർമ്മാണങ്ങൾ, അവിടുത്തെ പുനരുദ്ധാരണങ്ങൾ, അവിടുത്തെ ചില പുതുക്കലുകൾ, സ്വർണം പൂശലുകൾ ഇതുകൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതിന് ശേഷം തിരുവാഭരണ പെട്ടി പുതിയതാക്കുന്നു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കൊടിമരം മാറ്റുന്നു, ഒരു കാരണവശാലും മാറ്റാൻ സാധ്യതയില്ലാത്ത 2 കൂറ്റൻ മണികൾ മാറ്റുന്നു, വാജിവാഹനം മാറ്റുന്നു, അക്ഷദിക്പാലകർ മാറ്റുന്നു, 18 പടികൾ മാറ്റുന്നു. ഇതിലേക്ക് കൂടി അന്വേഷണം കടക്കാനാണോ പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഇന്ന് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ ദ്വാരപാലകത്തിലെ പാളികളും കട്ടിളപ്പടിയിലെ പാളികളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ സ്ഫോടനാത്മകമായ കാര്യമായി അത് മാറും എന്ന കാര്യം ഉറപ്പാണ് അരുൺ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൂടുതൽ വിവരങ്ങൾ 2 വാർത്തകളും ഇന്ന് വരും കേട്ടോ. ഒന്ന്, SIT കൊടുക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വളരെ വളരെ നിർണായകമാണ് CPM-നെ സംബന്ധിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകുമോ? അതല്ല, ഹാജരാകാൻ പറ്റൂല, ഇനിയിപ്പോൾ കീഴടങ്ങാൻ സാധ്യതയുണ്ടോ? ഈ വിഷയത്തിൽ ജാമ്യ ഹർജി തള്ളിയാൽ അയാൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. എത്ര നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയും, അത്രയും കോൺഗ്രസ് പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഇത് ദേവസ്വം ബോർഡിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് വളരുമോ അതോ മറ്റേതെങ്കിലും വഴിയിലേക്ക് പോകുമോ? കാത്തിരുന്ന് കാണാം. വാർത്തകൾ ആദ്യം റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സ്റ്റേ ട്യൂൺഡ്.